എ.കെ. ആന്റണിയെ രൂക്ഷമായി വിമർശിച്ച് വീക്ഷണം ദിനപത്രം റെസിഡന്റ് എഡിറ്ററുടെ പുസ്തകം. കൊല്ലം റെസിഡന്റ് എഡിറ്റർ എസ്. സുധീഷന്റെ കാഴ്ചയ്ക്കപ്പുറം ആന്റണി എന്ന പുസ്തകത്തിലാണ് ആദർശ രാഷ്ട്രീയക്കാരനാണെന്ന പരിവേഷത്തെപ്പോലും തകർത്തെറിയുന്ന വെളിപ്പെടുത്തലുകളുള്ളത്. മൃദു ഹിന്ദുത്വ സമീപനം മുതൽ ക്രൈസ്തവ സഭയോടുള്ള പക വരെയുള്ള സംഭവങ്ങളുമായാണ് പുസ്തകത്തിലൂടെ എസ്. സുധീഷൻ തെളിവുകളും അഭിപ്രായങ്ങളും എടുത്തുകാട്ടി വിശദീകരിക്കുന്നത്. പുസ്തകത്തിന്റെ രണ്ടാം അധ്യായമായ മനസ്സിലൊളിപ്പിച്ച ക്രോധത്തിന്റെ നിഗൂഢലാവണ്യം എന്ന ഭാഗത്തു നിന്നാണ് എ.കെ. ആന്റണിക്കെതിരായ വിമർശനങ്ങൾ ആരംഭിക്കുന്നത്. പള്ളി കമ്മിറ്റിയുടെ എതിർപ്പ് മൂലം ആചാരങ്ങളൊന്നുമില്ലാതെ പിതാവിന്റെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യേണ്ടി വന്നതാണ് ക്രൈസ്തവ സഭയ്ക്കെതിരായ ആന്റണിയുടെ എക്കാലത്തെയും എതിർപ്പിന് കാരണമെന്നും അത് പിൽക്കാലത്ത് നിലപാടായി ഉയർത്തിക്കാട്ടിയെന്നും ഇതിൽ പറയുന്നു. മറ്റൊരു അധ്യായത്തിൽ ആന്റണി മൃദു ഹിന്ദുത്വവാദിയാണെന്നും സന്ദർഭങ്ങളും തെളിവുകളും നിരത്തി ലേഖകൻ പറയുന്നു. തൂവലിൽ വീണ കറുത്തപ്പൊട്ട് എന്ന അധ്യായത്തിലാണ് ആന്റണിയുടെ ആദർശങ്ങളെ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ എതിർപ്പില്ലാതാക്കാൻ വേണ്ടിയാണ് തെന്നല ബാലകൃഷ്ണപിള്ളയെ മാറ്റി കെ മുരളീധരനെ KPCC പ്രസിഡന്റാക്കാൻ കൂട്ടുനിന്നെന്ന് ഇതിൽ പറയുന്നു. കുറേ കാര്യങ്ങളുണ്ട്. അത് എൻ്റെ നോട്ടത്തിൽ തെറ്റാണോ എന്ന് തോന്നിയത് ഞാൻ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമല്ലാതെ മനഃപൂർവമായി അദ്ദേഹത്തിൻ്റെ പ്രൗഢിയോ അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് ഉയർന്നു നിൽക്കുന്ന മനുഷ്യനാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒരു കാരണവശാലും ഇകഴ്ത്താൻ ഞാൻ ശ്രമിച്ചില്ല. ഒരെണ്ണ സമരത്തിൽ എ.കെ. ആന്റണി പങ്കെടുത്തിട്ടില്ലെന്നും അദ്ദേഹം KSUവിന്റെ സ്ഥാപകനാണെന്ന പ്രചാരണം തെറ്റാണെന്നും പുസ്തകം സമർത്ഥിക്കുന്നുണ്ട്. തികഞ്ഞ സഭാവിശ്വാസിയായ ഭാര്യ എലിസബത്തിന് വേണ്ടി കുട്ടികൾ ജനിച്ച ശേഷം തിരുവനന്തപുരത്ത് പള്ളിയിൽ വെച്ച് വീണ്ടും ആന്റണി എലിസബത്ത് വിവാഹം നടന്നതായും പുസ്തകത്തിൽ പറയുന്നു. സങ്കീർത്തനം പബ്ലിക്കേഷൻസ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.